പ്രിയമുള്ളവരെ, ഞാൻ ഒരു വീഡിയോ ഇപ്പോൾ എൻ്റെ ഫോണിൽ കാണാനിട വന്നതാണ്. വളരെ ഷോക്കിംഗ് ആയിപ്പോയി ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക്. മറ്റൊന്നുമല്ല, നമ്മുടെ നിലവിലുള്ള മുഖ്യമന്ത്രിയെ മോശമായി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ, ഒരു വീട്ടമ്മയാണ്, അവരുടെ പേരും കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നുണ്ട്. അവർ പറയുന്നത് നിങ്ങൾ തന്നെ കേട്ടുകൊള്ളൂ അവരെന്താണ് പറയുന്നതെന്ന്. ഞാനിത് നിങ്ങളെ കേൾപ്പിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്ന് കാണണം. ഇതിൻ്റെ സത്യാവസ്ഥ ആരെങ്കിലും ഒന്ന് അറിയണം, ആരെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം. അറിയണമെന്നല്ല, അതിലൊന്ന് കണ്ടുപിടിക്കണം എന്നുള്ളതുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്റെ സംസ്കാരം അനുവദിക്കാത്തത് കൊണ്ട് ഈ പേരിൽ ഞാൻ ഒതുക്കിയത്. ഇതിന്റെ പേര് കേസെടുത്താലും എനിക്കൊരു വിഷയവും ഇല്ല. തനിക്ക് പോയി ചത്തൂടോട് പിണറായി വിജയ. നിങ്ങൾക്കറിയാമോ സുഹൃത്തുക്കളെ, വയനാട് ജില്ലയിലെ ഓരോ ശവസംസ്കാരത്തിനും ഓരോ ശവങ്ങൾ അടക്കിയതിനും 75,000 രൂപയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ കല്ലെടുത്തെറിഞ്ഞ് തലമണ്ട പൊട്ടിക്കാനുള്ള ദേഷ്യം എനിക്കുണ്ട്. താൻ മുഖ്യമന്ത്രി ആയിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. ഇയാളെ എന്ന് 10 പ്രാവശ്യം വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇയാളുടെ കുടുംബം മൊത്തം ആയിപ്പോയി. പാവങ്ങളെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഞാൻ ബിന്ദു ചന്ദ്രൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒത്തിരി നാളായി വീഡിയോ ചെയ്തിട്ട്, പക്ഷെ ഇത് ചെയ്യാതിരിക്കാൻ ഒരു നിർവാഹമില്ല. അതുകൊണ്ടാണ് ഏകദേശം ആ വീഡിയോയ്ക്കകത്ത് ആ സ്ത്രീ എന്താണ് പറയുന്നതെന്ന് എല്ലാവരും ഇതിനോടകം കേട്ട് കാണാം. ആ വീഡിയോ മുഴുവൻ ഞാൻ പ്ലേ ചെയ്തിട്ടില്ല. ഇപ്പോൾ ആ വീഡിയോയിൽ പറയുന്നത് മുഴുവനും, പിന്നെ ഞാൻ കൂടെ ഇരുന്ന് പറയുന്നു, അങ്ങനെ വലിയ പുതിയ ടെക്നിക്കലായിട്ട് പുതിയ കാര്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ചിരുത്തി കാണിക്കാനുള്ള കഴിവുകളൊന്നും എനിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സ്പ്ലിറ്റാക്കി 2 വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. എനിവേ, സംഭവം അവർ പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വയനാട് ജില്ലയിൽ ഉണ്ടായ നമ്മുടെ ലാൻഡ് സ്ലൈഡിൽ അവിടെ മരണപ്പെട്ട ആൾക്കാരുടെ ശവസംസ്കാര ചടങ്ങിന് വേണ്ടിയിട്ട് ഓരോ വ്യക്തിയുടെയും പേരിൽ ശവമടക്കത്തിന് വേണ്ടിയിട്ട്, സംസ്കാരത്തിന് വേണ്ടിയിട്ട് പണം ഈടാക്കി. ഒരാളിൽ നിന്ന് 75,000 രൂപ എന്നൊക്കെയാണ് പറഞ്ഞത്. അത് വളരെ ചീപ്പാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊന്നും അന്വേഷിക്കാൻ ഈ ഭരണകൂടത്തിന് മുകളിലായിട്ടൊരു നീതിന്യായ വ്യവസ്ഥയൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊന്നും കാണാനും കേൾക്കാനും സ്വമേധയാ കേസെടുക്കാനും ഒന്നും ഒരു നിയമവ്യവസ്ഥയും നമ്മുടെ രാജ്യത്തില്ലേ? വല്ലാത്തൊരു നാണക്കേട് തോന്നിപ്പോകുന്നു. ഇതുപോലൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. മാറ്റങ്ങൾ വരണ്ടേ? രാഷ്ട്രീയമാവാം. ഇപ്പോൾ ആരെയും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെയും അവഹേളിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുന്ന വ്യക്തിയല്ല ഞാൻ. എല്ലാവരും നല്ല എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ആരും നല്ലത് ചെയ്യുന്നില്ല എന്നൊന്നും പറയുന്നില്ല. എല്ലാവരും പൂർണ്ണമായി മോശക്കാരാണെന്നും പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ഇത്രയും ഒരു ദുരിതബാധിതരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പണം ഈടാക്കി എന്നൊക്കെ വരുമ്പോഴത്തേക്ക് എത്രയോ ആൾക്കാർ ഇതിനു വേണ്ടിയിട്ട് ദാനം ചെയ്തതാണ് ഇല്ലേ, ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്കൊക്കെ. എന്നിട്ടും ഇങ്ങനൊരു എമൗണ്ട് ഈടാക്കി എന്നൊക്കെ കേട്ടിട്ട് വല്ലാത്തൊരു ലജ്ജ തോന്നിപ്പോകുന്നു. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിപ്പോയി. എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമെന്ന് ആഗ്രഹിച്ചു പോകുന്നു.